മാനസഹസിന് വന്ദനം മനേജി. അപ്പോൾ ഇന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ചില പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രശ്നക്കാരനെക്കുറിച്ചും പ്രശ്നം ഉണ്ടാക്കുന്ന ആളെക്കുറിച്ചും ഞാൻ പറയാം. ഇത് മൂന്നും ഒരാളാണ്, ദിവൻ. ഈ വായ കിടക്കുന്ന നാവിനെ കൊണ്ടുള്ള പ്രശ്നം ഭയങ്കരമാണ്, അതിരൂക്ഷമാണ്. അതായത് ചില സ്ഥലങ്ങളിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ വളരെ ജെന്യുവിനായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ജെന്യുവിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രയാസമാവും, അല്ലെങ്കിൽ ആ സൈലൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അത് എന്തായാലും പ്രയാസമാവും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ചില സമയങ്ങളിൽ നമ്മൾ മിണ്ടാൻ പാടില്ല, ചില സ്ഥലത്ത് നമ്മൾ മിണ്ടരുത്. നമ്മൾ വായിൽ നിന്ന് പോകുന്ന ഓരോ വാക്കും, ഈ വായിൽ നിന്ന് പോകുന്ന ഓരോ വാക്കും ഭയങ്കര പ്രശ്നമാണ്. അത് പലർക്കും പല രീതിയിലാണ് കിട്ടുക. നമ്മൾ ചിലപ്പോൾ പറയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പോടാ നീ ഒന്ന് പോയേ, ഇതൊന്നും ഒരു കാര്യമില്ല, നീ ഒന്ന് വിട്ടേടാ. ഈ സാധനം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളോടെ ഇത് പറയാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും ഈ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ആ വിളിക്കുന്ന വിളി തന്നെ പ്രശ്നമാവും. ചില സമയങ്ങളിൽ നമ്മൾ മിണ്ടാൻ പാടില്ല, ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ വായ അടച്ചേ പറ്റുള്ളൂ. പല പ്രശ്നങ്ങളും അങ്ങനെ ഒതുങ്ങി തീർന്നു പോവും. പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ പറയുന്ന പല വാക്കുകളിൽ നിന്നാണ്. ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളാവും. അത് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ആവില്ല. അപ്പോൾ അവരണ്ട് പൊട്ടിത്തെറിക്കും, അതോടുകൂടി ആ ബന്ധം നശിക്കും. അതുകൊണ്ട് ദ പ്രശ്നം ഈസ്, നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ മിണ്ടരുത്. നമ്മുടെ വായനാവ് നമ്മൾ അടക്കി വെക്കണം. അല്ലാത്ത പക്ഷം, ഈ പണ്ടുള്ളവർ പറയുമല്ലോ, ഈ വായ കിടക്കുന്ന നാവ് നല്ലതാണ് വെച്ചെങ്കിൽ നമുക്ക് അടി കിട്ടാനും ചാൻസ് ഉണ്ട്, അടി കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. വരുന്ന അടീനെ പറഞ്ഞയക്കാനും നാവിനെ കൊണ്ട് പറ്റും. ആ വഴിയിൽ കൂടെ അങ്ങനെ പോകുന്നൊരു സാധനം പിടിച്ചു കൊടുത്ത് പറഞ്ഞ് ചുരുക്കി കിട്ടാനും നമ്മുടെ ഈ വായ കിടക്കുന്ന നാവിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് സംസാരിക്കുക. ആരുടെ അടുത്താണെങ്കിലും നമ്മൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. എന്ത് മാങ്ങാണ്ടിയാണെങ്കിലും പണി കിട്ടും എല്ലാവർക്കും. എനിക്കെന്നല്ല, എല്ലാവർക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ കയറിയിട്ട് വർത്തമാനം പറയല് നിർത്തുക. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന പരിപാടികളും നിർത്തുക. അതൊക്കെ കുറച്ചൊക്കെ നല്ലതായിരിക്കും. സ്വന്തം കാര്യമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സമയം വരുമ്പോൾ നമ്മളിങ്ങനെ കാണുക. നമ്മൾ പലതിലും നമ്മൾ കാഴ്ചക്കാരായിട്ട് പല സ്ഥലങ്ങളിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതമാണിത്. അല്ലാത്ത പക്ഷം 8ൻ്റെ പണിയും 16ൻ്റെ പണിയും 24ൻ്റെ പണിയും കിട്ടും. പണിയോട് പണിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഒരുക്കണ്ട. ഓക്കെ, ശുഭദിനം.